ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ഒരു അടിപൊളി കൈപ്പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ കറി ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളും നോക്കി നോക്കൂട്ടാ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, വരൂ. അപ്പോഴത്തേ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടി ഒത്തിരി നാളികേരം ചിലവെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വറുത്ത് പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നത്. പിന്നെ സ്വല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് മുറിച്ചിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. മുളകും പൊടി ഇല്ലല്ലോ, അപ്പം നമ്മൾ അതിന് പകരം പച്ചമുളകാണ് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഇത് എല്ലാതും അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 സബോള കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ സബോളയുടെ കൂടെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടിടുന്നുണ്ട് കേട്ടോ. നോമ്പായ കാരണം അതിൻ്റെ ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് അധികം വോയിസ് ഒന്നും കൊടുക്കാതെ പതുക്കെ പറയണത് കേട്ടോ. നമ്മളെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം, എന്നാലാണ് ഞാൻ ഇതിൻ്റെ പുതിയ വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇനിതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സവോളൊക്കെ ഏകദേശമൊക്കെ വാടി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതും ഒന്ന് വാടി സെറ്റായിട്ട് വരട്ടെ, വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഉള്ളിയും തക്കാളിയും ഒക്കെ വാടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കണേ. ഉപ്പ് ഞാൻ ഒരു പൊടി സബോള വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലല്ലോ, ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സ്വല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചിക്കനൊക്കെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറിക്ക് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കൈപ്പത്തിരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതേ നമ്മൾ ചിക്കൻ കറിയൊക്കെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.